സോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് തിരുക്കുറളിൻ്റെ 61-ാമത്തെ അധ്യായമാണ്. വളരെ പ്രത്യേകതയുള്ള കുറേ അധ്യായങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം ഇന്ന് മടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആലസ്യം ഇല്ലായ്മ, ലേസിനെസ്, മടിയിന്മൈ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് രാജധർമ്മത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. സോ ഈ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ? മടിയില്ലാത്ത മനുഷ്യരുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയാണ് തിരുക്കുറൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെ. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. നമസ്കാരം. 133 പകുതിക്ക് അടുത്തെത്താറായി. നമ്മള് 60 മുകളിലായി. മടിയിന്മ. ചിന്തിച്ച് രൂപപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനോ അത് ചെയ്യുമ്പോഴോ ആലസ്യം അരുത്. അലസത ദോഷം ചെയ്യും. അലസൻ ഒന്നും നേടുന്നില്ല. അവന്റെ ജീവിതം പാടെ വ്യർത്ഥമാവുന്നു. മനോധൈര്യമുള്ളവൻ ഒന്നിലും മടി വിചാരിക്കുകയില്ല. അത് വ്യക്തമാക്കുവാൻ തുടർച്ച എന്ന നിലയ്ക്ക് ഈ അധികാരം ഇവിടെ പറയുന്നു. കുടിയെന്നും കുൻറാവിളക്കം, മടിയെന്നും മാസ് ഊര മായ്ந்து കെടും. ഇവിടെ കുടി എന്ന് പറഞ്ഞാൽ കുടിപ്പക എന്ന് പറയുന്ന പോലെ കുലമാണ്. ഇവിടെ കുലമാണ്. ഓരോ കുലം, കുലദേവത എന്ന് പറയുന്ന പോലെ കുലം, കുടി. കുടിയെന്നും കുൻറാവിളക്കം. താൻ പിറന്ന കുലമാകുന്ന കുൻറാവിളക്കം, വാടാവിളക്ക് പോലും. അത് താൻ ജനിച്ചു വീണ കുടുംബത്തിന്റെ ഒരു കുലമുണ്ട്. അത് ഇങ്ങനെ പരമ്പരയായിട്ട് തുടർന്ന് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കുടുംബ വിളക്ക് എന്ന് പറയുന്നുണ്ട്, കിടാവിളക്കും. അങ്ങനെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു മഹിമയും മറ്റൊക്കെ ഉള്ളതുണ്ട്. ആ കുലത്തിന്റെ മഹിമ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മടി, അത് വിളക്കിനോട് കവി പറയുന്ന ഒരു കാര്യം, അതില് ആ വിളക്കിനെ ആ പ്രകാശം നശിച്ച് ഇരുള് വന്ന് അതിനെ മൂടുകയാണെങ്കിൽ എന്നുള്ള ആ സന്ദർഭമാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മടി, ആലസ്യം, എന്നും എന്ന മാസ് അവിടെ ഇരുട്ടാണ്. ഊര എന്ന് പറഞ്ഞാൽ അത് വന്ന് ഇങ്ങനെ മൊത്തത്തില് ഇരുട്ട് അതിന്റെ മൊത്തം അതിനെ കവർ ചെയ്യുകയാണെങ്കിൽ, അതിനെ ചൂഴ്ന്നു നിൽക്കുകയാണെങ്കിൽ ആ കുലമഹിമയും മാഞ്ഞു പോകും, തേഞ്ഞു പോകും എന്ന് കവിയുടെ പറയുന്നു. മങ്ങി കെട്ടുപോകുന്നു. താൻ പിറന്ന കുലമാകുന്ന വാടാ വിളക്ക് പോലും ആലസ്യം എന്ന ഇരുട്ട് ചൂഴ്ന്നു തുടങ്ങിയാൽ മങ്ങി കെട്ടുപോകുന്നു. ഓവർ. അധ്യായം 61. മടിയിന്മൈ. അതിന് ആലസ്യമില്ലായ്മ എന്ന് മലയാളത്തിൽ പറയാം. മടി എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു വിഷയമായിട്ട് വരിക. ലൈസീനസ്. ഇതിന് വേണമെങ്കിൽ ചില നീട്ടി പറഞ്ഞാൽ, അണയാത്ത ജ്വാല പോലും മടിയന്മാരുടെ മടി എന്ന മാലിന്യം മൂലം അണഞ്ഞു പോകും. ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബം ഒരു കുടുംബമായി തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മടിയെ ദോഷമായി തന്നെ പരിഗണിക്കുക. നിങ്ങളുടെ കുടുംബം ഒരു പ്രശസ്ത വംശമായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അലസതയെ കൊല്ലുക. മാരകമായ അലസതയെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മടിയൻ സ്വന്തം കുടുംബത്തിന്റെ നാശം കാണും. ദുരിതത്തിൽ വീഴുകയും കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളുടെ നാശത്തിനും കുറ്റകൃത്യങ്ങളുടെ ഉയർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കും. കാലതാമസം, അവഗണന, മടി
ഉറക്കം ഇവ നാലും പതിവ് പരാജിതർ സ്നേഹപൂർവം കയറുന്ന കപ്പലാണ്. ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അലസത പിശാചിന്റെ പണിപ്പുരയാണ്. ഖുറൽ 601. കുടി എന്നും കുണ്ടാ വിളക്കം മടിയെന്നും മാശൂര മായ്ന്തു കെടും. കുലമെന്ന ബാടാ വിളക്ക് മാലസ്യമാം ഇരുൾ ചൂഴുകെ മങ്ങിക്കിടുന്നു. മടിയുള്ള കുടുംബത്തിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് മങ്ങി അണഞ്ഞു പോകും. മടിയാകും തമസിന്റെ നുറുങ്ങുകൾ കേറി പരമ്പര സ്വഭാവത്തിൽ പ്രകാശം കെട്ടുമങ്ങിടും എന്നാണ് കവി വാക്യം. ഓവർ. Thank you, sir. Tirukkural, an ancient Tamil text, is a collection of 1,330 couplets, Kurans, organized into 133 chapters. It is considered a classic of Tamil literature and is renowned for its ethical and moral teachings. The work covers a wide range of topics, including ethics, politics, economy, and love, providing guidance on how to live a virtuous life. Chapter 61 of Tirukkural is titled On Being Unslothful or Freedom from Laziness. It emphasizes the importance of hard work, diligence, and perseverance. The chapter teaches that laziness is a destructive force that can lead to poverty, failure, and a loss of honor. Laziness is a major theme in this chapter. It is portrayed as a vice that can ruin a person's life. No proverb can explain it better than a stitch in time saves 9. This proverb highlights the importance of addressing problems promptly rather than putting them off, which is a hallmark of laziness. Verse 601 of Tirukkural states, "The ever-burning lamp of a family will fade and blow out due to laziness." This verse uses the metaphor of a lamp to represent a family's prosperity, reputation, and legacy. The ever-burning lamp signifies a family's strength and continuity. However, the verse warns that this light will dim and eventually be extinguished by the darkness of laziness. It suggests that a family's well-being and honor are dependent on the diligence and hard work of its members. In the great epic of Mahabharata, there is a story of a lazy prince named Duryodhana. He was the eldest of the Kauravas and was known for his indolence and a sense of entitlement. His laziness led him to rely on the advice of his jealous uncle, Shakuni, who manipulated him with a crooked game of dice. This act of slothfulness and reliance on others' cunning eventually led to the great war of Kurukshetra, in which the entire Kaurava lineage was wiped out. The story illustrates how the laziness and inaction of one individual can bring about the destruction of an entire family, echoing the wisdom of Tirukkural. Duryodhana's refusal to work towards a peaceful resolution instead of his constant laziness and relying on others ultimately led to his downfall. Thank you. Over.
കുറൾ 601. കുടി എന്നും കുന്റ വിളക്കം മടിയെന്നും മാശു ഊര മായ്ത്ത് കെടും. കുറൾ 602. മലയാളത്തിലും തമിഴിലും മടി എന്നുള്ള വാക്ക് ആലസ്യം ഉണ്ടെങ്കിലും മടിയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട്, മടിയൻ മല ചുമക്കും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അതേ വാക്ക് തന്നെയാണ് തിരുവള്ളുവർ തമിഴിലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, മടി എന്നുള്ളത്. പക്ഷെ അതിനൊരു പ്രാസത്തിൽ ഒപ്പിച്ച് തന്നെ അതിന്റെ അടുത്തതിലും അത് തന്നെയാണ് പറയുന്നത് മടിയെ കുറിച്ച്. മടിயை മടിയാ ഒഴുകൽ കുടിயை കുടിயாக വേണ്ടുபவர். അതില് ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് അത് എടുക്കുകയാണ്. കുടിയെ, നേരത്തെ നമ്മൾ പറഞ്ഞു കുടി എന്ന് പറഞ്ഞാൽ കുലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിയെ, കുലത്തിനെ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കുടിയാക, മേന്മയിലും സമർത്ഥവും പ്രശസ്തവും ആയി കാണാൻ കൊതിച്ച് സൽക്കുലമായി തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നവർ. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് വേണ്ടുപോവർ, നിലനിർത്താൻ മുതിരുന്നവർ. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്കും അങ്ങനെ അടുപ്പിച്ചു കൊണ്ടുപോവാം. മടിയെ, അലസതയെ, മടിയാ, ശത്രുഭാവത്തിൽ, അതായത് അലസതയായി തന്നെ കണ്ട്, ഒഴുകൽ, പരിശ്രമശാലികളായി നടക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് കുലത്തിനെ മേന്മയിലും സമർത്ഥവും പ്രശസ്തവുമായി കാണാൻ കൊതിച്ച് സൽക്കുലമായി തന്നെ നിലനിർത്താൻ മുതിരുന്നവർ അലസതയെ ശത്രുഭാവത്തിൽ കണ്ട്, ആ അലസതയായി തന്നെ കണ്ട് പരിശ്രമശാലികളായി നടക്കാൻ ബാധ്യസ്ഥരാണ്. വംശമഹിമ വർദ്ധിപ്പിക്കണമെങ്കിൽ നിരന്തരവും ഉത്സാഹപൂർവമായ ഉദ്യമം അത്യന്താപേക്ഷിതമാണ്. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ അധികാരം 61. മടിയിന്മൈ, ആലസ്യം ഇല്ലായ്മ. കുറൾ 602. മടിயை മടിയാ ഒഴുകൽ കുടിயை കുടിയാക വേണ്ടുപ്പവർ. മടിയെ മടിയായി കണ്ട് നീങ്ങണം, തൻകുലം കുലമായി തെളിച്ചിടേണ്ടോർ. തിരുവള്ളുവരെ സ്മരിച്ചുകൊണ്ട് ഇവിടെ ഈ കുറളിൽ പറയുന്നത് കുലമഹിമ അല്ലെങ്കിൽ വംശമഹിമ എന്ന് പറയുന്നത് നാൾക്കുനാൾ യശസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അതിനായി നിരന്തരമായ പ്രവർത്തികളിൽ ശ്രദ്ധാലുവാകേണ്ടതുണ്ട്. ഒപ്പം ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനം ആ ഉദ്യമം വിജയിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതവും. അലസത അല്ലെങ്കിൽ മടിയെന്ന് പറയുന്ന നമ്മുടെ ശത്രുവിന് ഒരിടവും നൽകാത്ത രീതിയിൽ ദൂരെ നിർത്തേണ്ടതാണ്. മടിയെ മടിയായി കണ്ട് ഒഴിഞ്ഞു മാറണം. തലമുറകളുടെ പരിശ്രമത്തിലൂടെ മാത്രമേ ഒരു കുലത്തിന് മഹിമയും ഐശ്വര്യവും മേന്മേൽ ഉണ്ടാകുകയുള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുലത്തിൽ ഒരാൾ കൂടി അതിൻ്റെ സൽപ്പേര് പ്രകാശിപ്പിക്കുവാൻ എത്തുന്നുവെന്നാണ് കരുതുന്നത്. എന്നാൽ അവർ അതിന് വിപരീതമാണ് അലസതയിലൂടെ നേടിത്തരുന്നതെങ്കിൽ അത്രയും നാൾ കെട്ടിപ്പടുത്തുയർത്തിയ കുലമഹിമ, വംശമഹിമ എന്നിവ പാടെ തകർത്തെറിഞ്ഞതായി വരും. അലസത അഥവാ മടി ദൂരെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഉന്നതി ഉണ്ടാകുകയുള്ളൂ എന്ന് സാരം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലെ കൊല്ലത്തുള്ള രവി പിള്ള എന്ന് പറയുന്ന വ്യവസായിയെ, ബിസിനസ്സുകാരനെ എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുകയും തൻ്റെ പിതാവിനോടൊപ്പം കർഷക വൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന അദ്ദേഹം 1967 സൗദി അറേബ്യയിലേക്ക് പോവുകയും ഓരോ ചുവടുവയ്പും ഉന്നതിയിലേക്ക് നേടുക വഴി RP ഗ്രൂപ്പ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി തുടങ്ങുകയും 7000 ആളുകൾക്ക് വർക്ക് അവിടെ ചെയ്യാൻ അവസരം നൽകുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത് 27,810 കോടിയാണ്. അപ്പോൾ നോക്കൂ, ആ കുടുംബം രവി പിള്ളയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെയും കർഷക കുടുംബത്തെയുമാണ് കാണാൻ കഴിയുന്നത്. നോക്കൂ, ആ കുടുംബത്തിൻ്റെ മഹിമ, യശസ്
എവിടെ വരെ അദ്ദേഹം കൊണ്ട് എത്തിച്ചു എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ആയിരിക്കണം അവിടെ മടിയും അലസതയും ഉണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയില്ലായിരുന്നു. നമ്മളിലും ധാരാളം മടിയും അലസതയും ഒക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് കിട്ടിയ ജോലിയും ഒക്കെ അതിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ അലസത മാറിയിരിക്കുന്നു. ഇന്ന് അതുകൊണ്ട് നമ്മൾ പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതൊക്കെ നല്ല പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് ഇവിടെ തിരുവള്ളുവരുടെ ഈ കുറൾ നമ്മളെ എപ്പോഴും മടിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും നമ്മളെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനും സഹായിക്കട്ടെ എന്ന് പറയുന്നു. കുറൾ 602 മടിயை മടിയാ ഒഴുകൽ കുടിயை കുടിയാക വേണ്ടുപ്പവർ മടിയെ മടിയായി കണ്ടു നീങ്ങണം തൻകുലം കുലമായി തെളിഞ്ഞിടേണ്ടോർ. ഓക്കെ സർ, താങ്ക് യു. Good evening to all. Tirukkural Part 2, Purutpal, Arajiyal, Chapter 61, Madi in My, Not Being Lazy. Kural 602, Madiyai Madiya Odigal Kudiyai Kudiyaga Vendu Power. Those who desire to see own family as noble should try not to become slave to lethargy and sluggishness, or not being lazy emphasizes the ruinous effect of idleness and the benefits of diligent effort. It explains that laziness can destroy a family's fortune and reputation, cause a society to decay and become prone to crime, and even make a high-ranking individual to a slave to their enemies. The chapter encourages those who desire greatness to avoid sloth and engage in noble endeavors to achieve lasting prosperity and respect. The essence is family ruin. Laziness will eclipse the eternal flame of a family, causing it to vanish. Thank you. Over, sir. കുരൾ 602 മടിയെ മടിയാ ഒഴുകൽ കുടിയെ കുടിയാക വേണ്ടു പവർ. കുരൾ 603 மடி கொண்டு ஒழுகும் பேதை பிறந்த குடி மடியும் தன்னினும் മുന്തു. നേരത്തെ തൊട്ടുമ്പോ പറഞ്ഞു മടി ആയിട്ടുള്ള അങ്ങനെ ആളുടെ കുല നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇനി അടുത്തതിൽ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്. മടിക്കത്തക്കതായ മടി കൊണ്ട് ആലസ്യത്തെ തന്നിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഒഴുകും പേதை ജീവിക്കുന്ന മൂടൻ പിറന്ന കുടി ജനിച്ച കുലം തന്നിനും മുൻപ് അവനേക്കാൾ മുൻപേ മടിയും നശിച്ചു പോകും. ആദ്യം അവൻ നശിച്ചു പോകുന്നുണ്ട്, അതിനേക്കാൾ മുമ്പ് തിരക്ക് പിടിച്ച് അവൻ ജനിച്ച കുലവും നശിച്ചു പോകും എന്ന് ആ മടിയുടെ ശക്തിയെക്കുറിച്ച് കവി ഇവിടെ പറയുന്നുണ്ട്. മടിക്കത്തക്കതായ ആലസ്യത്തെ തന്നിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മൂടൻ ജനിച്ച കുലം അവനേക്കാൾ മുൻപേ നശിച്ചു പോകും. ഓവർ. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ അധികാരം 61 മടിയിന്മൈ ആലസ്യം ഇല്ലായ്മ. കുറൾ 603 മടിക്കൊണ്ടൊഴുകും പേதை പിറந்த കുടിമടിയും തന്നിനും മുന്തു. കുഴി മടിയനായൊരു മൂഢൻ പിറന്നതാം കുലമഴിയും അവനിലും മുമ്പേ.
കുഴിമടിയനായ ഒരുവനെ മൂഢൻ എന്നാണ് ഇവിടെ പറയുന്നത്. മൂഢൻ പിറക്കുന്നതോടുകൂടി അവൻ പ്രതിനിധാനം ചെയ്യുന്ന കുലം അവനേക്കാൾ മുമ്പേ നശിച്ചു പോകുമെന്നും തിരുവള്ളുവർ ഈ കുറളിലൂടെ പറയുന്നു. പിതാമഹന്മാരാൽ കീർത്തികേട്ട കുലത്തെ, സ്വന്തം കുലത്തെ രക്ഷിച്ചു നിർത്തേണ്ടത് ഒരാളിന്റെ കടമയാണ്. എന്തിനും ഏതിനും അലസത കാട്ടുക വഴി ഒരിടത്തും എത്താതെ സ്വയം നശിക്കുകയും കൂടെയുള്ളവർക്ക് നാശം വിതയ്ക്കലുമാണ് അത്തരക്കാർ ചെയ്യുന്നത്. തൻ്റെ കടമ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും ഏറ്റെടുത്ത് നടത്തുക വഴി ഏതൊരാളിനും താൻ വിചാരിക്കുന്ന തലത്തിലെത്താമെന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്കറിയാം. നിർഭാഗ്യവശാൽ ഒരുവൻ സ്വന്തം കുലത്തെ രക്ഷിച്ചു നിലനിർത്തേണ്ടതിനു പകരം മടിയനും മൂഢനുമായാൽ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ? ഫലവത്താകാൻ ആവശ്യമായ ഉദ്യമങ്ങളിൽ ഏർപ്പെടാത്തവൻ എങ്ങനെയാണ് ജീവിത വിജയം നേടുന്നത്? അവരുൾപ്പെട്ട കുടുംബത്തിന്റെ പെരുമ എങ്ങനെ വർദ്ധിക്കാനാണ്? അത്തരക്കാർ കുടുംബത്തിന് ഉന്നതിയല്ല, അവനതിയാണ് എന്ന് സാരം. രാജാക്കന്മാരോട് തിരുവള്ളുവർ ഈ കുറളിലൂടെ പറയുന്നു: ഹേ നൃപന്മാരെ, നിങ്ങളുടെ കുലത്തെ ചരിത്രത്താളുകളിൽ സ്വർണ്ണ ലിപികളിൽ എഴുതേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുപോലെ അത് രാജാവിന്റെ കാര്യത്തിലാവട്ടെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചും ഒക്കെ ഇത് ബാധകമാണ് താനും. കുറൾ 603 മടിക്കൊണ്ടൊഴുകും പേதை പിറந்த കുടിമടിയും തന്നിനും മുന്തു. ഓവർ സർ, താങ്ക് യു. Thank you, ma'am. Chapter 61 of the Tirukkural focuses on the destructive nature of laziness. Verse 603, in particular, states the family of an ignorant man who has inherited destructive laziness will perish before its time. The verse emphasizes that laziness is not merely a personal vice, but a contagious one that can corrupt an entire lineage. It suggests that a person's idleness can lead to the downfall of their entire family, tarnishing their legacy and bringing about a premature end to their prosperity. The wisdom of this verse can be understood through the proverb, a lazy person is a burden to themselves and a curse to their family. This verse finds a powerful echo in the story of King Nala from the Mahabharata. Nala was a virtuous and skilled ruler, but he developed a dangerous habit of laziness and a fondness for gambling, a form of intellectual sloth. His inaction and the corrupting influence of his vice led him to lose his kingdom, his wealth, and his family. The laziness of a single ruler brought his entire family to ruin, forcing his queen, Damayanti, and their children to wander in the forest. The story of Nala is a poignant reminder that laziness is a destructive force that can dismantle not only a person's life, but also the lives of those they hold dear, just as a single termite can destroy an entire wooden structure. Clan of idiot who carries destructive laziness will perish before his end. Thank you. Over. കുറൽ 603, മടിക്കൊണ്ടൊഴുകും പേதை പിറந்த കുടിമടിയും തന്നിനും മുൻപ്. കുറൽ 604.
സാറേ കേൾക്കുന്നില്ലേ? സാർ മ്യൂട്ട് അല്ലല്ലോ. ശരി. ഹലോ, ഇപ്പൊ കേൾക്കാം സാർ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാമല്ലോ. ഓക്കെ. 604. കുടിമടിந்து കുറ്റം പെരുകും മടിമടിந்து മാണ്ട ഉന്തറ്റിൽ അവർക്ക്. ഇതില് ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കെടുക്കുക. അവസാനത്തിന്റെ തൊട്ടുമ്പത് മടി, ആലസ്യത്തിൽ. തൊട്ടടുത്ത ഭാഗം മടിന്ത് മൂழ்കി. എന്നിട്ട് രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് മാണ്ട ഉന്തറ്റിലവർക്ക്, ദൃഢമായ പരിശ്രമം ഒന്നുമില്ലാതെ കഴിയുന്നവർക്ക്. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കുടി, തങ്ങളുടെ കുലം. മടിയും നശിക്കും. മാത്രമല്ല കുറ്റങ്ങളും പെരുകും, വർദ്ധിക്കും. ആലസ്യത്തിൽ മൂழ்കി ദൃഢമായ പരിശ്രമം ഒന്നുമില്ലാതെ കഴിയുന്നവർക്ക് തങ്ങളുടെ കുലം നശിക്കും, കുറ്റങ്ങളും വർദ്ധിക്കും. മടി പൂണ്ട് ഒരു ഉദ്യമവും ചെയ്യാതെ വെറുതെ ചടഞ്ഞിരിക്കുന്നവർക്ക് ഒരു നന്മയും ഉണ്ടാവുന്നില്ല. അവരുടെ പേരിൽ നാൾക്ക് നാൾ കുറ്റങ്ങൾ പെരുകി വരും, കുലം മുടിഞ്ഞു പോവുകയും ചെയ്യും. ഓവർ. ഹലോ, കേൾക്കുന്നില്ലല്ലോ സാർ. ഒന്നാലും മാം കേൾക്കുന്നില്ല. ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ആ, സാർ തന്നെ പറഞ്ഞോളോ. ഓക്കെ. കേൾക്കാവോ സാറേ? അല്ലേ? കേൾക്കാം. കുലം മറും കുറ്റങ്ങൾ പെരുകും മടിമൂത്ത് ശ്രമരഹിത രാഹു ഓർക്കെല്ലാം. കുലം പറഞ്ഞാൽ കുലം അതോടെ നശിച്ചു പോകും, അങ്ങ് അറ്റുപോകും എന്നുള്ള. കുലം മറും കുറ്റങ്ങൾ പെരുകും. അങ്ങനെ അലസതയിൽ ഇരിക്കുന്നവന് ഓരോന്നും ദുഷിച്ച ചിന്തകൾ അവന്റെ തലയിൽ വരും. അവന് അടുത്ത നേരത്തേക്കുള്ള ആഹാരത്തിനും മറ്റും അവന്റെ ജീവിത മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ വഴിമാറി പോവുകയും അതിലേക്ക് വേണ്ടി കുറ്റങ്ങൾ ചെയ്യാൻ ആദ്യം ചെറുതും വലുതായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറ്റക്കാരനായിട്ട് തന്നെ മുഴുവൻ മാറുകയും ചെയ്യും. ഒരു കുറ്റത്തിന്റെ പുറത്ത് മറ്റേ കുറ്റമൊന്നും തീർക്കുന്നില്ല. അങ്ങനെ മടിമൂത്ത് ശ്രമരഹിതരാകുവോർക്കെല്ലാം കുലമറും കുറ്റങ്ങൾ പെരുകും. വളരെ ലഘുവായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. കുറൽ 604. കുടിമടിന്തു കുറ്റം പെരുകും മടിമടിന്തു മാണ്ട ഊഞ്ഞറ്റില വർക്കും. Those forget themselves out of laziness will lose dignity of heritage and errors increase. Verse 604. Their family will perish and their vices will thrive when men ensnared in sloth, who do not put forth earnest exertion. Indolent people will be subjected to ridicule and contempt for their lack of effort. A king consumed by laziness will become a slave to those who hate him. The reward of striving. Those who put away idleness will see the reproach upon their family disappear and achieve greatness. Thank you. Over, sir. കുറൽ 604.
കുടിമടിന്തു കുറ്റും പെരുകും മടിമടിന്ത് മാണ്ട കുഞ്ഞറ്റില. കുരൽ 605. நெடுநீர் மறவி மடிதுயில் நான்கும் കെടുനീരാർ കാമകലൻ. അതായത് കവി അടുത്ത് പറയാൻ പോകുന്നത് 4 കാര്യങ്ങളാണ് ഒരു ആലസ്യതയിൽ മടിയന്റെ ഇതിൽ കാണുന്നത്. അവൻ യാത്ര ചെയ്യുന്നത് 4 കലം എന്ന് പറഞ്ഞ കപ്പൽ, 4 കപ്പലുകൾ ഇവിടെ ഊമയായിട്ട് കവി പറയുന്നുണ്ട്. ആ 4 കപ്പലിലായിരിക്കും അവൻ യാത്ര ചെയ്യുന്നതും ഒരിക്കലും ലക്ഷ്യം എത്തത്തില്ലാത്ത രീതിക്കാണ് ആ 4 കപ്പലുകൾ പോകുന്നത്. ആ 4 കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവന് വളരെയധികം ഉത്സാഹവും ആനന്ദവും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാമം എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം എന്നുള്ളത്. അത് നല്ല ആഗ്രഹം അല്ല എന്നും കവി പറയുന്നുണ്ട്. അതായത് ഇനി പറയാം, അത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ വരിയിലെ 3ാമത്തെ വാക്ക്, അതാണ് ആദ്യം. മടി. നെടുനൂർ മറവി മടി. അപ്പൊ 1 മടി, ആലസ്യത 1. രണ്ടാമത്തത് ആദ്യത്തെ വാക്ക് തന്നെയാണ്, ആദ്യത്തെ വരിയിൽ ആദ്യം. നെടുനീർ, ഉടനെ ചെയ്തു തീർക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം, അത് അമാന്തം. ആദ്യത്തെ വരിയിലെ 2ാമത്തെ വാക്ക് മറവി, വിസ്മൃതി, അതായത് ബോധപൂർവം അത് അങ്ങ് മറന്നു കളയുക എന്നുള്ളത് വിസ്മൃതി. ഇനി ആദ്യത്തെ വരിയിലെ 4ാമത്തെ വാക്ക് തുയിൽ. നല്ല തമിഴ് വാക്ക് തന്നെയാണ്, മലയാളവും അത് തന്നെയാണ്. തുയിൽ. തുയിൽ ഉണരുന്നു എന്ന് പറയുന്ന പോലെ തുയിൽ ഉറക്കം, ഉറക്കഭ്രമം എന്നുള്ളതാണ്. ഈ 4 മടി, നെടുനീർ, മറവി, തുയിൽ. ആലസ്യം, ഉടനെ ചെയ്തു തീർക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം അമാന്തം, തുയിൽ ഉറക്കഭ്രമം, പിന്നെ മറവി വിസ്മൃതി. ഈ 4 എണ്ണവും കെടുനീരാർ അധപതിക്കുന്നവർ കാമക്കലൻ താല്പര്യപൂർവ്വം കയറുന്ന കപ്പലുകളാകുന്നു. ഈ 4 സ്വഭാവമുള്ളവരും 4 കപ്പലുകളിൽ കയറി യാത്ര ചെയ്യുന്നത് പോലെ ആയിരിക്കും. അത് വലിയ ഉത്സവത്തോടു കൂടിയാണ് അതിൽ കയറുന്നതെന്നാണ് അവർ പറയുന്നത്. അധപതിക്കുന്നവർ കുലനാശം വരുത്തിയേ തീരൂ എന്ന് നിർബന്ധമുള്ളവർ താല്പര്യപൂർവ്വം തിരക്കിട്ട് കയറി നിത്യനാശത്തിലേക്ക് നീങ്ങി പോകുന്ന 4 കപ്പലുകളുണ്ട്. അലസത, ഉടനെ ചെയ്യേണ്ടത് പിന്നേക്ക് നീട്ടിവെച്ച് അതൊരിക്കലും ചെയ്യാതിരിക്കുന്ന കുറ്റകരമായ അമാന്തം, ജീവൽ പ്രശ്നങ്ങളിൽ മറവി, അസ്ഥാനത്തുള്ള ഉറക്കം എന്നിവയത്രേ അവ. ഓവർ. താങ്ക് യു സർ. അധികാരം 61, കുറൽ 605. നെടുനീർ മറവി മടി തുയിൽ 4 കെടുനീരാർ കാമ കലൻ. മടി, അമാന്തം, മറവി, നിദ്ര, ഈ 4 കെടുന്നോർക്ക് യാനപാത്രങ്ങൾ. ഇവിടെ തിരുവള്ളുവർ പറയുന്നത് ജീവിത ലക്ഷ്യങ്ങൾ സ്വായത്തമാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ആലസ്യം, അമാന്തം, മറവി, ഉറക്കക്കൂടുതൽ, ഈ 4 തരം അലസതയുടെ പ്രതിരൂപങ്ങൾ കടുമയാകുന്നവർ ഒന്നും തന്നെ നേടുന്നില്ല. ഇവരുടെ ജീവിതം അധപതനമാണെന്ന് കാണാം. മടിപിടിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക, എല്ലാത്തിനും കാലതാമസം വരുത്തുക, ഓർത്തു വയ്ക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ മറവിയിൽ നീങ്ങിപ്പോവുക, ഉറക്കമെന്ന ഭ്രമത്തിൽ അകപ്പെട്ടു പോവുക എന്നിങ്ങനെ 4 തരം കപ്പലുകൾ ഉണ്ടത്രേ. എല്ലാറ്റിനോടും വിരക്തിയും ഉത്സാഹമില്ലായ്മയും മറ്റുള്ളവരെ വെറുപ്പോടെ കാണുകയും ചെയ്യുന്നതാണ് ഇവരുടെ പൊതു സ്വഭാവം. തനിക്ക് ചെയ്യാൻ മടിയോടെ മാറ്റിവെച്ചവ മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ ഇവരിൽ ദേഷ്യവും പകയും ഉണ്ടാകുന്നതും സർവ്വസാധാരണം. കുലത്തിന് നാശം വരുത്തിയേ തീരൂ എന്നുള്ള ചിന്തയുള്ളവർ അതിനുള്ള മുകളിൽ പറഞ്ഞ മടി, അമാന്തം, വിസ്മൃതി, ഉറക്കം തുടങ്ങി എന്നിങ്ങനെയുള്ള 4 നിലകളെ 4 ശീലങ്ങളെ സന്തത സഹചാരികളാക്കി വംശത്തിന് നാശം വരുത്തിവെക്കുന്നു. രാജ്യമാകട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ
മടിയന്മാരെ വളർത്തുന്നതിലൂടെ പിൻതലമുറയത് അനുകരിക്കാൻ കാരണമാവുകയും ചെയ്യും. ദുശീലങ്ങളാണ് സമൂഹം വളരെ പെട്ടെന്ന് അനുകരിക്കുന്നത്. അതുപോലെ ദുശീലങ്ങളാൽ സമൂഹം, രാജ്യം, കുടുംബം, സ്ഥാപനം എല്ലാത്തിനും ഈ മുകളിൽ പറഞ്ഞ 4 ശീലങ്ങളിലൂടെ ശിഥിലീകരണം സംഭവിക്കുകയും ചെയ്യും. ഇത്തരം ശീലങ്ങളില്ലാത്ത മറ്റൊരു ബിസിനസ് ആജ്ഞയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. 1955 ആലപ്പുഴയിലെ മുഹമ്മയില് ആണ് അദ്ദേഹം, ആലപ്പുഴയിലാണ് ജനിക്കുന്നത്. മുഹമ്മയിലെ ഗവൺമെന്റ് സ്കൂളുകളിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ SD ഷിബുലാൽ. ഉയർന്ന വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം അമേരിക്കയിലെത്തുകയും കൊമേഴ്സിൽ ഒരു MS ബിരുദം നേടുകയും ചെയ്തു. 1977 അദ്ദേഹം മറ്റ് 6 പേരോടൊപ്പം ചേർന്ന് ഇൻഫോസിസ് എന്ന കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളായി മാറി. ഇന്ന് അദ്ദേഹം രാജ്യാന്തരം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. നോക്കൂ, ഇവിടെ അദ്ദേഹത്തിന്റെ ഇത്തരം നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൈവന്നത് തീർച്ചയായും ഈ 4 ദുശീലങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. ഈ കുറളിലൂടെ തിരുവള്ളുവർ പറയുന്നതും അതുതന്നെയാണ്. ഉടനെ ചെയ്യേണ്ടവ ചെയ്യാതിരിക്കൽ കുറ്റകരമായ അമാന്തം തന്നെ. അതുപോലെ ജീവൽ പ്രശ്നങ്ങളിൽ മറവി, അസ്ഥാനത്തുള്ള ഉറക്കം എന്നിവയും മാറ്റിവെക്കേണ്ടവയുടെ ഗണത്തിൽപ്പെടുത്താം. സ്ഥിരോത്സാഹ വിജയത്തിലേക്ക് നയിക്കപ്പെടുമെന്നിവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിന് വേണ്ടതോ തിരക്കിട്ട് കയറി നിത്യനാശത്തിലേക്ക് നീങ്ങിപ്പോകുന്ന 4 കപ്പലുകളുമാണെന്ന് തിരുവള്ളുവർ രാജാക്കന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. തന്റെ മുൻ തലമുറ നേടിയെടുത്ത യശസ്സും പ്രതാപവും കളയരുതെന്നും പിൻതലമുറയിലെ രാജാക്കന്മാരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കുറളിലൂടെ സാധ്യമാകുന്നത്. കുറൾ 605. നെടുനീർ മറവി മടി തുയിൽ 4 കെടുനീരാർ കാമക്കലൻ. മടി, അമാന്തം, മറവി, നിദ്ര ഈ 4 കെടുന്നോർക്ക് യാനപാത്രങ്ങൾ. താങ്ക് യു സർ. Quarrel 605. Delay, forgetting, lethargy, excess sleep. Those 4 are boats bored with hope by men prone to destruction. Quarrel 606. പടി ഉടയാർ അറ്റ് മൈന്ത കണ്ണും മടിയുടയാർ മാൺപയൻ എയ്തൽ അരുത്. ആദ്യത്തെ വാക്ക് പടി ഉടയാർ. ഭൂമി മുഴുവനും ഭരിക്കുന്ന രാജാവിന്റെ. രണ്ടാമത്തെ വാക്ക് പറ്റ്, ഐശ്വര്യം. അമൈന്ത കണ്ണും, താനേ വന്നു ചേർന്നാൽ പോലും അതുകൊണ്ട്. നാലാമത്തെ വാക്ക്, ആദ്യത്തെ വരയിൽ നാലാമത്തെ. മടിയുടയാർ, അലസന്മാർ. രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്ക്. മാൺപയൻ, മഹത്തായ ഫലങ്ങളെ. എയ്തൽ, നേടുക എന്നത്. അരുത്, പ്രയാസമാണ്. ഭൂമി മുഴുവനും ഭരിക്കുന്ന രാജാവിന്റെ ഐശ്വര്യം താനേ വന്നു ചേർന്നാൽ പോലും അതുകൊണ്ട് അലസന്മാർ മഹത്തായ ഫലങ്ങളെ നേടുക എന്നത് പ്രയാസമാണ്. അത് സമ്പത്തും ഐശ്വര്യമെല്ലാം ഒന്നിച്ച് അവൻ്റെ അടുത്ത് വന്ന് കൊണ്ട് കൊടുത്താൽ പോലും അത് പ്രയോജനപ്പെടുത്താനോ നല്ല രീതിക്ക് അതിനെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ അത് വെച്ച് മേൽക്കൊണ്ട് ജീവിക്കാനോ പോലും അവൻ തയ്യാറാവില്ല എന്ന് കവി പറയുന്നുണ്ട്. ഓവർ. ശിലമല്ലേ? ശീലം മ്യൂട്ടാ. മ്യൂട്ട് പോയില്ല, അൺമ്യൂട്ട് ആയില്ല. ഓക്കെ സർ.
അധികാരം 61. സാറേ ഈ 606. കുറൾ 606. പടിയുടയാർ പറ്റമൈന്ത കണ്ണും മടിയുടയാർ മാൺപയൻ എയ്തൽ അരുതു. രാജാവിൻ ഐശ്വര്യം സ്വയമേവ മടിയനെ തേടി വന്നാൽ അതും വിഫലം. ഒരു രാജാവിനെ തേടി ഐശ്വര്യം വന്നാൽ പോലും അതിനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സ്വായത്തമാക്കി അതിൻ്റെ ഫലം അറിയാൻ ഒരു മടിയന് കഴിയാതെ പോകുമെന്നാണ് ഇവിടെ തിരുവള്ളുവർ ഓർമ്മപ്പെടുത്തുന്നത്. ജനിക്കുമ്പോൾ തന്നെ നേട്ടങ്ങളുടെ കിരീടം ചൂടി ആരും പിറക്കാറില്ല. മഹത്തായ ഫലങ്ങൾ അഥവാ നേട്ടങ്ങൾ ഒരു പരിശ്രമശാലിയിലൂടെ മാത്രമേ സാധ്യമാകൂ. ഉയർച്ചയുടെ പടവുകൾ കയറണമെങ്കിൽ ഉത്സാഹത്തോടെ ഓരോ ഉദ്യമങ്ങളും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഏതൊരു വൻ വിജയങ്ങൾക്കും പിന്നിൽ കഠിനാധ്വാനം ദർശിക്കാനാകും. വീഗാർഡ്, വീഗാലാൻഡ് അല്ലെങ്കിൽ വണ്ടർല, വി സ്റ്റാർ തുടങ്ങിയ ബിസിനസ് മേഖലകളുടെ സംരംഭകനായിരുന്ന കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി താൻ നടന്നു കയറിയ ഓരോ ചുവടുകളും എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്നൊക്കെ പല ഇന്റർവ്യൂകളിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രത്തൻ ടാറ്റ തുടങ്ങിയവരുടെ ഉയർച്ചയുടെ പടവുകൾ മാധ്യമങ്ങളിലൂടെയും മറ്റും നമുക്ക് കേൾക്കാനും കാണാനും കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു രാജാവ് ഇവിടെ പറയുന്ന ഇവരുടെ നേട്ടങ്ങൾ അവരുടെ പരിശ്രമ ഫലമാണ്. ഇവിടെ കുറളിൽ പറയുന്നത് ഒരു രാജാവിന് ഐശ്വര്യം സ്വയമേവ വന്നാലും അദ്ദേഹം മടിയനാണെങ്കിൽ അത് വിഫലമായി പോകുന്നു എന്നാണ് ഈ കുറളിലൂടെ പറയുന്നത്. കുറൾ 606. രാജാവിന് ഐശ്വര്യം സ്വയമേവ മടിയനെ തേടി വന്നാൽ അതും വിഫലം. ഓക്കെ സർ, താങ്ക് യു. Kurala 606. Lazy man won't enjoy benefits even if they get cooperation and help from rulers. Kurala 607. മന്ദസറെ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഇടി പുരിന്ത് എള്ളും ചൊൽ കേപ്പർ മടി പുരിന്ത് മാണ്ട ഉഞ്ഞറ്റിലവർ. ആ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് മടി പുരിന്ത്, ആലസ്യം പൂണ്ട്. രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തെ വാക്ക്, ആദ്യത്തെ വാക്ക് മാണ്ട മഹത്തായ, ഉഞ്ഞറ്റിലവർ ഉദ്യമങ്ങൾ ചെയ്യാത്തവർ. ആലസ്യം പൂണ്ട് മഹത്തായ ഉദ്യമങ്ങൾ ചെയ്യാത്തവർ. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഇടി പുരിന്ത്, സുഹൃത്തുക്കളുടെയും മറ്റും വിമർശനവും ബുദ്ധി ഉപദേശവും കേട്ട് അതിലും ഫലം കാണാതെ. രണ്ടാമത്തെ വരി, ആദ്യ വരിയിൽ രണ്ടാമത്തെ വാക്ക് എള്ളും ചൊൽ, ഇഴിവുറ്റ വാക്കുകൾ കേൾപ്പർ കേൾക്കുന്നവരായി തീരും. അലസന്മാരെ യാതൊരു പരിശ്രമം ചെയ്യാതെ കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം പാഴാക്കി കളയുന്നവർ മറ്റുള്ളവരുടെ പരിഹാസത്തിനും പാത്രമാവും. ഗുണദോഷങ്ങൾ ചെവിക്കൊള്ളാൻ ഇഷ്ടപ്പെടാത്ത അവർ ലോക ബോധ്യത്തിനു വേണ്ടിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുന്നില്ല. ഓവർ. എന്തോ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഇവിടെ. കുറൾ 607. ഇടിപൂരുന്തു എള്ളും ചൊൽ കേൾപ്പർ മടി പുരുന്തുമാണ്ട ഉഞ്ഞറ്റിലവർ. ഇഴിവുറ്റ ചെല്ലുകൾ കേൾക്കും മടി പൂണ്ടു ശ്രമമൊന്നും ചെയ്തിടാത്തോർ.
അലസരായി യാതൊരു പരിശ്രമവും ചെയ്യാതെ കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ അലസതയാൽ പാഴാക്കി ജീവിത നഷ്ടങ്ങളുടെ കലവറയാക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. രാജാവ് ആലസ്യം പൂണ്ട് നേരം കൈവരിക്കേണ്ട ഉദ്യമങ്ങൾക്കൊന്നും പരിശ്രമിക്കാതെ തന്റെയും പേരും പ്രശസ്തിയും ഉറവുള്ളതാക്കുന്നു. ഒരു ഏർപ്പെട്ടാൽ അതിൽ നിന്നുണ്ടാകാവുന്ന നല്ലതും മോശവുമായ ഫലങ്ങൾ എന്താണെന്ന് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും ഇവർ ചെവിക്കൊള്ളുകയില്ല. കാരണം അതിലെ നന്മകൾ അറിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവരുടെ അലസത അവരെ സമ്മതിക്കുന്നില്ല. ലോകരുടെ മുമ്പിൽ നന്നാവാൻ ശ്രമിക്കാത്ത ഇവരെ അലസന്മാരുടെ പട്ടികയിലാവും കാലം ഉൾക്കൊള്ളിക്കുക. അതുകൊണ്ട് അല്ലയോ രാജാവേ, അലസത വെടിയൂ, ഉയരങ്ങളിലെ സ്ഥാനം കൈയടക്കാൻ പ്രവർത്തിക്കൂ, വംശത്തെ ചരിത്രത്താളുകളിൽ മുൻപന്തിയിൽ നിർത്താൻ തന്നാലാവത് ശ്രമിക്കൂ എന്നും തിരുവള്ളുവർ ഓർമ്മപ്പെടുത്തുന്നു. രാജാവിനെ പോലെ തന്നെ ഓരോ മേഖലയിലെയും രാജാക്കന്മാരെ, ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരെ അലസത ഒഴിവാക്കൂ എന്നും തിരുവള്ളുവർ ഈ മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം പ്രവർത്തന നിരതരാകാനും നമുക്ക് പ്രചോദനം നൽകുന്നു. കുറൾ 607 ഇടിപൂരുന്തു എള്ളും ചൊൽ കേട്പർ മടിപുരുന്തുമാണ്ട ഉഞ്ഞറ്റിലവർ. ഇഴിവുറ്റ ചൊല്ലുകൾ കേൾക്കും മടിപൂണ്ട് ശ്രമമൊന്നും ചെയ്തിടാത്തൂർ. ഓക്കെ സർ, താങ്ക് യു. Kural 6. Okay. Kural 61. Chapter 61, Kural 601 to 10 emphasize the destructive nature of laziness. Here, those who spend time in laziness hear angry words of reproach from others. Who loves laziness without effort must endure others' words of disrespect. Meaning, those who love laziness, lacking decent effort towards their work, will have to face disrespectful words from others. It states that if laziness takes hold of a ruler and his state, it will lead to the extinction of lineage, similar to how a fire extinguished by cold water. These words highlight that even a distinguished ancestry can be ruined by filth of sloth. Thank you, sir. Over. Kural 607 ഇടി പൊരിന്ത് എള്ളും ചൊൽ കേട്പർ മടിപൊരുന്തു മാണ്ട ഉഞ്ഞറ്റില്ലവർ. 608 மடி தங்கின் தன் ஒன்னார்க்கு அடிமை புகுத்திவிடும். மடிமை குடிமை கண் தங்கின் தன் ஒன்னார்க்கு அடிமை புகுத்திவிடும். മടിമൈ അലസത, കുടിമൈക്കൺ കുലനാഥന്മാരിൽ, ഇത് പ്രത്യേകിച്ച് അന്ന് പറയുന്നത് രാജാക്കന്മാരിൽ, തങ്ങുകയാണെങ്കിൽ അതേ വാക്ക് തന്നെയാണ്, ഉണ്ടായിരിക്കുന്ന പക്ഷം അത് തൻ ഒന്നാർക്ക് തൻ്റെ ശത്രുക്കൾക്ക് അവരെ അടിമയാക്കി പുകുത്തിവിടും, തീർത്ത് കളയും. ഇവന്റെ അലസത കൊണ്ട് രാജാവിന്, അന്നത്തെ ഭരണാധികാരിക്ക് തന്റെ ശത്രുക്കളെ നേരിടാനോ യുദ്ധം ചെയ്യാനോ അതിനുള്ളൊരു ഊർജ്ജസ്വലതയോ ഇല്ലാതെ വരുന്ന പക്ഷത്തിൽ ശത്രുവിന് ഈ രാജാവിനെ അടിമയായി കൊണ്ടുചെല്ലാൻ എളുപ്പമാകും എന്ന് പറയുന്നുണ്ട്. ഒരു കുലത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധിപൻ അലസനോ അമാന്തകാരനോ ആയിരുന്നാൽ വളരെ എളുപ്പത്തിൽ അവൻ ശത്രുക്കളുടെ അടിമയായി തീരും എന്ന് കവി ചുരുക്കി പറയുന്നുണ്ട്. ഒരു രാജാവിന് മാത്രമല്ല, ആ രാജ്യത്തിന് തന്നെ അത് ദുഷ്പേരും വന്നു ചേരും എന്ന് പറയും. ഓക്കെ.
If laziness comes to that of noble legacy, it will bring serfdom to enemies. Quran 608. മടിമൈ കുടിമൈക്കൾ തങ്ങൾ തൻ ഒന്നാർക്കും അടിമൈ പുകുത്തിവിടും. Quran 609. കുടിയാൺമൈ ഉൾവந்த കുറ്റം ഒരുവൻ മടിയാൺമൈ മാറ്റക്കെടും. ഇത്രയും പറഞ്ഞ് മടിയെക്കുറിച്ച് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ കവി അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒന്ന് മാറി വരാം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു വിമുക്തി നേടാനുള്ള ഒരു മാർഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ എപ്പോ ഒന്ന് ചിന്തിച്ച് ഉത്സാഹപരിതനായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമോ അന്നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിന്നെ വിട്ട് പോകും എന്ന് പറയുന്നത്. അതായത് കുടിയാൺമൈ ഉൾവந்த കുറ്റം ഒരുവൻ മടിയാൺമൈ മാറ്റക്കെടും. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കാണ് ഒരുവൻ. ഒരുവൻ ആരായാലും അവൻ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് മടിയാൺമൈ, തൻ്റെ അലസതയെ മാറ്റ കൈവിടും നേരം, അതായത് ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കുടി, അവന്റെ കുലവും, ആൺമൈ പൗരുഷവും എന്ന രണ്ടിനും അടുത്ത വാക്ക് കുറ്റം, സംഭവിച്ചിട്ടുള്ള പിഴകൾ കെടും, മാറിക്കിട്ടും. ആരായാലും അവൻ തന്റെ അലസതയെ കൈവിടും നേരം ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ അവന്റെ കുലവും പൗരുഷം എന്ന രണ്ടിനും സംഭവിച്ചിട്ടുള്ള പിഴകൾ മാറിക്കിട്ടും. ഓവർ. താങ്ക് യു സർ. അധികാരം 61, കുറൾ 609. കുടിയാൺമൈ ഉൾവந்த കുറ്റം ഒരുവൻ മടിയാൺമൈ മാറ്റക്കെടും. കുടിയിലും ആൺമയിലുമുള്ള കുറ്റം ഒരാൾ മടി കൈവിടുന്നേരം ഒഴിയും. ഇവിടെ തിരുവള്ളുവർ പറയുന്നത്, ആരായാലും ഒരുവൻ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ അവന്റെ പൗരുഷവും കുലവും ഉയർന്ന തലത്തിലെത്തുമെന്നും അതുവരെ നിലനിന്നിരുന്ന കുറ്റങ്ങൾ അഥവാ പിഴകൾ മാറുന്നതാണെന്നും സൂചിപ്പിക്കുന്നു. ഒരു കുടുംബത്തിന്റെ ദുഷ്പേര് നന്മമരങ്ങളായ പുത്രന്മാരാൽ സത്പേരിലേക്ക് മാറ്റപ്പെടുന്നു. അങ്ങനെയുള്ളവരുടെ മുൻകാല കുറവുകൾ ജനം മറക്കുന്നു. ഏതൊരാളിനും ഉയർച്ചയുടെ അത്യുന്നതിയിലെത്താൻ കഠിനാധ്വാനവും ഊർജ്ജസ്വലതയും ആവശ്യമാണെന്നും എവിടെയെല്ലാം അവസരങ്ങൾ ലഭിക്കുന്നുവോ അവിടെയെല്ലാം കർമ്മോത്സുകരായി പ്രവർത്തിച്ച് തൻ്റെ കുലത്തിന് അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിന് ഉണ്ടായിരുന്ന ദുഷ്പേര് മാറ്റിയെടുക്കുന്നതിന് സഹായിക്കുമെന്നും അദ്ദേഹം ഇവിടെ ഈ കുറളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. കുറൾ 609. കുടിയാൺമൈ ഉൾവந்த കുറ്റം ഒരുവൻ മടിയാൺമൈ മാറ്റക്കെടും. കുടിയിലും ആൺമയിലുമുള്ള കുറ്റം ഒരാൾ മടി കൈവിടുന്നേരം ഒഴിയും. താങ്ക് യു സർ. ഓവർ. Quran 609. If man removes laziness, the shortcoming of his manliness and legacy will vanish. Who changes slothful habits saves himself from all that household rule deprives. When a man puts away idleness, the reproach which has come upon himself and his family will disappear. Even inherent flaws in a family can be overcome by getting rid of indolence. The Quran emphasizes that laziness is a significant obstacle to family prosperity and honor, and overcoming it can restore a family's good name. Thank you. Over. Quran 609. കുടിയാൺമൈ ഉൾവന്തം കുറ്റം ഒരുവന് മടിയാൺമൈ മാറ്റക്കെടും.
610. ഇത് നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് ഈ അടുത്ത് വരുന്ന ഓണത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കുറളാണ്. അന്നേ ഈ വാമനന്റെ അവതാരവും മറ്റുമൊക്കെ മഹാബലിയുടെ രീതികളൊക്കെ ഈ കവിക്ക് അറിഞ്ഞിരുന്നോ എന്ന ഒരു സംശയം തോന്നുന്നുണ്ട്. ആ രീതിക്കാണ് ഈ കുറൾ പറയുന്നത്. മടിയില്ല മന്നവൻ എഴുതും അടി അളന്താൻ തായത് എല്ലാം ഒരുങ്ങ്. അതായത് വാമനൻ അവതാരം എടുത്ത് വന്ന തൻ്റെ 3 അടികളാൽ കാലടികളാൽ ഈ ലോകത്തെയും സ്വർഗലോകത്തെയും അളന്നിട്ട് 3ാമത്തെ അടിയേറ്റ് രാജാവിന്റെ മഹാബലിയുടെ ശിരസിൽ കാല് പതിച്ച് അതും കീഴടക്കിയായിരുന്നു. പക്ഷേ ഇവിടെ കവി പറയുന്നത് അങ്ങനെ തിടുക്കത്തിൽ ഇത് 3ഉം സ്വായത്തമാക്കിയ ആ ദൈവത്തിനെ പോലും കവച്ചു വെച്ചുകൊണ്ട് മടിയില്ലാത്ത ഒരു രാജാവാണെങ്കിൽ ഈ ലോകം മൊത്തം അയാള് കീഴടക്കും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ആ ദൈവത്തിനേക്കാളും അപ്പുറത്തായിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. മടിയില്ല, അല്പം പോലും ആലസ്യമില്ലാത്ത മന്നവൻ രാജാവ് അടി തൻ്റെ കാലടികളാൽ അളന്താൻ 3 ലോകങ്ങളെയും അളന്നവനായ ഭഗവാൻ തായതെല്ലാം കീഴടക്കിയ സമസ്ത വിസ്തൃതികളെയും ഒരുമിച്ച് തന്നെ എഴുതും നേടുന്നു എന്ന് വളരെ എളുപ്പത്തിൽ കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് നീ മടിയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം കൈവരിച്ചതിനേക്കാൾ അപ്പുറത്തിനൊക്കെ കൈവരിക്കാൻ സാധിക്കും എന്ന് വളരെ ഭംഗിയായിട്ട് നമുക്കൊരു ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ്. ഇന്നത്തെ അവസാന കുറൽ 610. മടിയില മന്നവൻ എയ്തും അടി അളന്താൻ താ അയതു എല്ലാം ഒരുങ്ങൂ. മടിയില്ല മന്നനും നേടിടാം അടികൊണ്ടളന്നോന്റെ വിസ്തൃതികളെല്ലാം. ഭഗവാൻ അല്ലെങ്കിൽ ദൈവം തൻ്റെ കാലുകൾ കൊണ്ട് അളന്ന് വച്ചിട്ടുള്ള ലോകത്തെ ഒരിക്കലും മടിയനല്ലാത്ത രാജാവിന് കുറെ കൂടി ഭദ്രമായി കൈകാര്യം ചെയ്യാൻ കഴിയും. അടിയാൽ ദേവൻ ആർജിച്ച 3 ലോകം മുഴുക്കയും മടിയില്ലാത്ത രാജാവിനൊരു പക്ഷേ ഒതുങ്ങിടും എന്ന് കവി ഗാനരൂപത്തിലും പറയും. ഒരു ചക്രവർത്തിയുടെ സമ്പത്ത് അവകാശപ്പെടുത്തിയാലും മടിയന്മാർ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധ്യതയില്ല. ലോട്ടറി അടിച്ചും നിധി കിട്ടിയും പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ധനവാനായാലും അയാൾ അലസനാണെങ്കിൽ രക്ഷയില്ല. ഒരാൾ അലസനായിരിക്കുകയും കഠിനമായി പരിശ്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ നല്ല അർത്ഥത്തിലുള്ള ശാസനകൾക്ക് ശേഷം പരിഹാസം ഉണ്ടാകും. ഒരു രാഷ്ട്രത്തിലെ അതിൻ്റെ ഭരണാധികാരികളിൽ അലസത നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ശത്രുക്കളാൽ അടിമകളാക്കപ്പെടും. ഒരാൾ അലസത മൂലം തൻ്റെ സിംഹാസനം ഉപേക്ഷിച്ചാൽ അവന്റെ സിംഹാസനത്തിനും നേതൃത്വത്തിനും സംഭവിച്ച ദോഷങ്ങൾ അപ്രത്യക്ഷമാവും. അത്രയ്ക്ക് ഗുണമാണ്. മടിയനങ്ങ് മാറിക്കൊടുത്താൽ മതി, നാട് നന്നായിക്കോളും. കാലുകൾ കൊണ്ട് ലോകത്തെ അളന്നവൻ നേടിയതെല്ലാം മടിയനല്ലാത്ത ഭരണാധികാരിക്ക് ലഭിക്കും, അല്ലെങ്കിൽ യശസ്സുണ്ടാകും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുറളായിരുന്നു. ബൈബിളിലാണെങ്കിൽ ഒട്ടനവധി വാക്യങ്ങൾ
ഈ അലസതയെക്കുറിച്ചും മടിയെക്കുറിച്ചും പറയുന്നുണ്ട്. മറ്റ് മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. സൈക്കോളജിയിലും സാമൂഹ്യ ശാസ്ത്രത്തിലും ചരിത്രത്തിലും മടിയെക്കുറിച്ച് പ്രതിപാദിക്കുകയും അതിന് എതിരായി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മടിയന്മാരുണ്ട്. ഈ കുറല് കേട്ടതിലൂടെ നമ്മളുടെ ജീവിതത്തിലും എവിടെയെങ്കിലും അലസതയുടെ ലാഞ്ചനയുണ്ടെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാൻ അത് കാരണമാകട്ടെ. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നത്തെ ഈ വലിയ പരിപാടിയിൽ ഇത് കേൾക്കുവാനും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും കടന്നു വന്ന ഈ 17 പേരോടും നന്ദി അറിയിക്കുന്നു. മൊഴിമാറ്റം നടത്തി ഇതിനെ പരിപോഷിപ്പിച്ച എല്ലാവരെയും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്ലാറ്റ്ഫോമിനും സാബു സാറിനും നന്ദി. താങ്ക് യു. ഓവർ ടു ഉഷ മാം. Thank you, sir. ഓമന മാം. Thank you, sir. Tirukkural, verse 610, is a powerful statement about the rewards of diligence. It states, the king who is never lazy can procure at once all that the cosmic province measured by God's strides. This verse uses the metaphor of Lord Vishnu's Vamana avatar, who measured the 3 worlds in 3 steps to symbolize the vastness of the world. The verse means that a diligent, unslothful king, through his hard work and effort, can achieve a level of prosperity and control over his kingdom that is as great as the universe itself. It teaches that the scope of one's success is not limited by external factors, but by one's own laziness or lack thereof. A fitting proverb for this is, the hand of the diligent makes rich. This proverb underscores the idea that hard work and perseverance are the true keys to prosperity. Similarly, the story of King Vikramaditya of Ujjain, while not from the Puranas, perfectly illustrates this verse. He was a just and diligent ruler, known for his relentless pursuit of justice and knowledge. His constant effort and lack of laziness made him a legendary king who was able to solve difficult problems and bring about an era of peace and prosperity. His legacy demonstrates that a ruler's active engagement and hard work are more powerful than any divine boon, allowing them to achieve greatness and secure their kingdom. King who is never lazy can possess the world which God has acquired on measuring by his feet. On being unslothful, chapter 61 of Tirukkural serves as a powerful and timeless warning against the destructive nature of laziness. It teaches that diligence is not merely a virtue, but a fundamental requirement for success, prosperity, and the preservation of one's family and legacy. Through vivid metaphors and clear admonitions, the chapter underscores that a slothful person will not only fail to achieve their goals, but will also bring about their own ruin and that of their kin. Ultimately, the message is a call to action, urging all to embrace hard work and perseverance as the true keys to a fulfilling life. Tirukkural, a masterpiece of classical Tamil literature, offers a
comprehensive guide to living a virtuous and meaningful life. Its 1,330 couplets provide profound insights to ethics, governance, and love, transcending cultural and religious boundaries. The work's timeless wisdom continues to inspire and guide individuals toward moral excellence, reminding us that true wealth lies in character and integrity. Tirukkural is more than a book of maxims, it is a beacon of humanistic values, illuminating the path to a harmonious society and a perfected self. A small poem. A steady hand, a patient mind, the treasures of the soul you will find. No idle moment, wasted breath, just life well lived, defying death. Conveying my gratitude to Sabu sir, Nayanar sir, Joshi sir for your valuable time and contribution. Also, thanks to Sheila Begum, Roy sir, George sir for your valuable contributions to today's discussion. Dear Ramavati ma'am, Matthew Thomas sir, Anil Kumar sir, Ansari sir, and Ulahanan sir, Punyoy master sir, and one unknown person, LMK. Thanks to everybody. Thank you very much for your active engagement. So thank you all. വളരെ മനോഹരമായി, മടിയില്ലാതായി. അടുത്തത് മടി മാറിക്കഴിഞ്ഞാല് അടുത്ത് പറയുന്നതെന്ന് പരിശ്രമശീലം. പരിശ്രമം വേണം, അത് ഒരു ഹാബിറ്റായിട്ട് മാറി വേണം എന്നാണ് കവി പറയുന്നത്. മടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ മടി മാറി പരിശ്രമിക്കാൻ തയ്യാറായിട്ടിരിക്കും. അതെ, വിജയപ്രാപ്തിക്ക് നിരന്തരമായ പരിശ്രമം കൂടിയേ കഴിയൂ. ലക്ഷ്യം നേടുന്നതുവരെ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. മടിയുടെ ബാധ ഒഴിവാക്കി പരിശ്രമം തുടർന്നാൽ അജേരന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിക്കുവാനാണ് അടുത്ത അധികാരം പരിശ്രമശീലം. ആൾ വിനയ് ഉടൈമൈ, എൻഡെവർ, ENDAVOUR, എൻഡെവർ. നല്ല ഒരു ചാപ്റ്റർ. അത് കവി ഓരോന്നും, ഇത് ആദ്യം ചിട്ടപ്പെടുത്തിയെന്നറിയില്ല, അദ്ദേഹം തന്നെയാണ് ചിട്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ പിൽക്കാലത്ത് ചിട്ടപ്പെടുത്തിയ, പക്ഷെ നല്ല രീതിക്കാണ് അത് കൊണ്ടുപോകുന്നത്. ഓരോ മോറൽ ഇതും നമുക്ക് ഒരു മനസ്സിന് ഒരു ധൈര്യം തന്ന് കൊണ്ടുപോകുന്നത്. ഏത് ആപത്ഘട്ടത്തിലും ജീവിതത്തിൽ നേരിടാൻ വരേണ്ട ഏത് സാഹചര്യത്തെയും സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ജീവിത ഗ്രന്ഥമായി ഇത് മാറിയാണ്. ഇന്ന് സന്തോഷമുണ്ട്, 18 പേരുണ്ടായിരുന്നു. അതായത് കൂടുതൽ ആൾക്കാർ ഇതിലൊക്കെ വരുന്നുണ്ട്. സാർ പറഞ്ഞ ചിലപ്പോൾ യൂട്യൂബിൽ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഉണ്ടാവും. പക്ഷെ ചലനം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാബു സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് മറ്റെല്ലാവർക്കും എൻ്റെ സ്നേഹവും അറിയിച്ചുകൊണ്ട് വിടുവാണ്. അനിൽകുമാർ സാർ എന്തെങ്കിലും പറയുന്നു? മടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അനിൽകുമാർ സാർ ഉണ്ട്, മടിയില്ലാത്ത. മടിയില്ലാത്ത ഒരാളുണ്ടോ അല്ലേ? എന്നാൻ സാർ പറയൂ. അത്യാവശ്യമുണ്ട്, ഞാൻ അത്യാവശ്യമായിട്ട് ഇറങ്ങുകയാണ്. താങ്ക് യു. ഓക്കെ സാർ. കുമാർ സാർ നമസ്കാരം. ഈ ആലോചനയില്ലാതെ, ചിന്തിക്കാതെ പെട്ടെന്ന് മടിയൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മടിയൻ മല ചുമക്കുന്നതിന്റെ സമമായിരിക്കും. അതുകൊണ്ട് മടിയുള്ളവർ മടി മാറ്റാൻ വേണ്ടി സമയാസമയത്ത് വേണ്ടത് വേണ്ടപ്പോൾ തോന്നണം വേണ്ടതുപോലെ ചെയ്താൽ നന്നായിരിക്കും. നല്ല ക്ലാസ് ആയിരുന്നു, അവർക്ക് വളരെ നേട്ടം ഉണ്ടാവും. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ മടി മാറിയെന്ന് ചോദിക്കട്ടെ. സാർ കേൾക്കുന്നില്ല. സാർ കണ്ണടച്ചിരിക്കുക. അതെ, നെറ്റ് പ്രശ്നമുണ്ട് സാറിന്. 2-3 ദിവസം കുഴപ്പമില്ലായിരുന്നു. ഇനി മഴ തുടങ്ങിയ ഇനി രക്ഷയില്ല. ഇനി ആരാ പറയുന്നേ? റോയ് സാറേ. മഴയെല്ലാം
അവലെന്നെ സാർ പറയും. സാർ ഞാൻ പറയാം. നെറ്റ് ചതിക്കുന്നതാണ് പ്രശ്നം. എന്നാലും ഒരു ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താൻ. ഈ കുറൽ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് കയറാൻ പറ്റാതൊക്കെ വന്നുവെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ തന്നെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന അവസ്ഥ പലപ്പോഴും കുറലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മടി എന്ന വസ്തുത മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് കൃത്യമായി രാജാക്കന്മാർ തൊട്ടുള്ള അനുഭവം താഴോട്ട് നമ്മൾ വരെ ഉണർത്താൻ കഴിഞ്ഞ വാചകങ്ങളും വാക്കുകളുമാണ് തിരുക്കുറലിലൂടെ നമുക്കിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ഒത്തിരി സന്തോഷം സാറേ, സാറേ. ഓക്കെ സാർ. ഹലോ. ജോയ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സാറ് വല്ലതും പറയുന്നുണ്ടോ? ആദ്യം കണ്ടിട്ടില്ല. ഞാൻ പറയാം സാർ. പറയൂ സാർ. സാബു സാർ, താങ്ക് യു സാർ. പറയൂ ഞാൻ സാർ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. മടിയുള്ളവർക്ക് മറ്റുള്ളവരോട് ജോലി ചെയ്യിക്കാനും പുതിയ സാങ്കേതിക വിദ്യകള് പുതിയ രീതികൾ ഉപയോഗിച്ച് മറ്റുള്ളവരോട് ചെയ്യിക്കാനൊക്കെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അവർക്കും പുരോഗതിയിലേക്ക് നീങ്ങാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മടിയെന്ന് കായികമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ വ്യക്തി ഇരിക്കാന്നുള്ളതല്ല അതോട് ഉദ്ദേശിക്കുന്നത്. മടി ഇവരുടെ ബുദ്ധി വികസിച്ചാൽ മതിയല്ലോ. മനസ്സിനാണ് മടി. മനസ്സിന് ഇവൻ മറ്റുള്ളവരോട് ജോലി ചെയ്യിക്കുക. ഇപ്പൊ കാർഷിക മേഖലയൊക്കെ ആണെങ്കിൽ നേരം പുലർന്ന് സന്ധ്യ വരെ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴതിലൊന്നും ആവശ്യമില്ലല്ലോ. ഇവരോട് ഇരുന്നാൽ മതി. ഇവന് സ്വസ്ഥമായിട്ടിരിക്കുന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു, ട്രാക്ടർ തുടങ്ങിയ യന്ത്ര സംവിധാനത്തിലൊക്കെ കൃഷി ഇറക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. കായികമായിട്ട് ഉള്ള മടി, അതാണല്ലോ മടി എന്ന് പറഞ്ഞാൽ. ഒന്നും ചെയ്യാതിരിക്കുക. അവർക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ അവർക്കും കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൊത്തത്തിൽ ലേസിനെസ് അത് തകർച്ചയിലേക്കുള്ള വഴി തന്നെയാണ്. അത് അഭിപ്രായ വ്യത്യാസമില്ല. അത് ഒഴിവാക്കേണ്ടതുമാണ്. അതാണ് ഈ ഒരു കവിതയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു സർ. നല്ല ചിന്തകൾ അവതരിപ്പിച്ചതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. മാത്യു തോമസ് സാറുണ്ട്. രമാവതി മാം പോയോ? ഞാനിവിടെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല. പറഞ്ഞോളൂ മാം. സാറിനെ കാണുന്നില്ല. പിന്നെ മടിയാണല്ലോ. മടി എന്ന് പറയുമ്പം താങ്ക് യു സാബു സാർ, നാനാ സാർ, മറ്റ് വായിച്ചവരെ തിരക്കുകൾ. അപ്പോ തിരുക്കുറളില് ഒരുപാട് ഒരു പോയിന്റ് ഇട്ടിട്ടാണ് ആ പോയിന്റിനെ ഇതാക്കിയിട്ടാണ് ആ ഒരു കാര്യം വിശദമായിട്ട് പറയുന്നത്. ശരിക്കും മടി എന്ന് പറയുമ്പോ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് മടിയൻ മല ചുമക്കുന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിലുള്ള ഭൂരിപക്ഷം ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്കും അറിയുന്ന ഒരു പാഠാണ് പണ്ടത്തെ തെങ്ങിൻ ചുവട്ടിലെ നിധി എന്നുള്ള പാഠം. കാരണം അലസത കൊണ്ടൊന്നും ചെയ്യാതെ അവസാനം അച്ഛൻ മരിച്ചിട്ട് അമ്മ തെങ്ങിന്റെ ചുവട്ടിൽ നിധിയുണ്ടെന്ന് പറഞ്ഞാൽ തപ്പി അവസാനം അതിന് വളവിട്ടിട്ട് അത് മൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതിൽ തന്നെ ഇപ്പം ഞാൻ ജോഷി സാർ വായിച്ചില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അലസന്റെ മനസ്സ് പിന്നെ പിശാചിന്റെ ശവകുടീരം അങ്ങനെ എന്തോ പറഞ്ഞില്ല. അതും അങ്ങനെ തന്നെ. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സെൽഫോണെല്ലാം വന്നതിന് ശേഷം, സെൽഫോൺ നല്ലതാണ്, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അത് കുറച്ച് മടിക്കുള്ള ഒരു കൂട്ട് നിൽക്കുന്നില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് എന്തെങ്കിലും കണ്ടിട്ട് കുറെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാന്നോ. കാരണം നമ്മൾ മടിയില്ലാതെ കാര്യങ്ങൾ ചെയ്താൽ അന്നന്ന് ചെയ്താൽ പിന്നെ നമ്മുടെ ലൈഫിൽ സന്തോഷമേ ഉണ്ടാവുള്ളൂ.
അത് പറയുമ്പം നമ്മള് സ്കൂളിൽ പഠിക്കുമ്പം ചില കുട്ടികൾ അന്നന്നത്തെ പാഠം അന്നന്ന് പഠിക്കും. ഇപ്പോഴും അതെ. പക്ഷെ ചില കുട്ടികൾ എന്താ ചെയ്യുന്നത്, അത് കൂട്ടി വെച്ചിട്ട് പരീക്ഷ ആകുമ്പോ ഒന്നിച്ച് പഠിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം പരീക്ഷ ആകുമ്പോ ഇത് പഠിക്കാനും പറ്റൂല, പിന്നെ പനി, ഛർദി, പരീക്ഷ പേടി എല്ലാം കൂടിയിട്ടുള്ള ഒരവസ്ഥ വരും. എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും അവതരിപ്പിച്ചു. താങ്ക് യു. നായനാർ സാറ്, സാബു സാറ് ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് പിരിയാം. ആരും പറയാനില്ലെങ്കിൽ. ജോഷി സാറ്. ഓമന ടീച്ചർ, താങ്ക് യു. ടീച്ചർ കൽപ്പറ്റ എവിടെയാണ്? കൽപ്പറ്റ തന്നെ. സാറ് എവിടെയാ? ഞാൻ മുക്കം ചെറുവാടി എന്ന് പറയും. ഇത് വയനാടല്ലല്ലോ. വയനാടല്ല, കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ്. താമരശ്ശേരി വഴിക്ക് വന്നിട്ട് മുക്കം ചെറുവാടി. ഞാൻ കൽപ്പറ്റയാണ്. മടിയില്ലാത്തവരെല്ലാം വളരെ അക്ഷമരായിട്ട് ഇരിപ്പുണ്ട്. റോയ് സാറ് വളരെ ഈ മടി കൊള്ളൂല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞാലും ഇത് സ്വന്തം വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും ഭരണാധികാരികൾക്കും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഭംഗിയായി ഈ 10 കുരലിലൂടെ വരച്ചു കാണിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ നമുക്ക് ആശയപരമായി ഈ മടിയെ നമുക്കൊന്ന് വേറെ അടുത്ത് പ്രസന്റ് ചെയ്യാനും പറ്റിയ ഒരു ഇത് നമുക്ക് ഈ ഇന്നത്തെ ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു ഓൾ. എക്സ്പ്ലെയിൻ എക്സാമ്പിൾ സഹിതം കാര്യങ്ങളൊക്കെ പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. സോ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.